നമ്മുടെ ശരീരത്തിലെ ശുദ്ധീകരണ പ്രക്രിയയാണ് ഡീടോക്സ് അല്ലെങ്കിൽ ഡീടോക്സിഫിക്കേഷൻ. ഇത് നമ്മുടെ ആരോഗ്യ പരിപാലനത്തിന് വളരെ നല്ലതാണ്. നമ്മുടെ അവയവങ്ങളായ ലിവർ, കിഡ്നി, സ്കിൻ എന്നിവയ്ക്കും നല്ലതാണ്. രോഗപ്രതിരോധ ശക്തി കൂട്ടാനായി സഹായിക്കുന്നു. ദഹന പ്രശ്നങ്ങളിൽ വരുന്ന ഗ്യാസ് ഇഷ്യൂസ് അല്ലെങ്കിൽ മലബന്ധം, IBS, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, സിബോ എന്നിവയ്ക്കെല്ലാം നല്ലതാണ്. ഇത് നമ്മുടെ ഇളക്കൽ എന്ന ഒരു പ്രക്രിയയിലൂടെ ഒരു പരിധിവരെ ശുദ്ധീകരണം നടത്താൻ പറ്റും. ഊർജം കിട്ടാനും പിന്നെ ശരീരത്തിലെ സ്കിൻ ടിഷ്യൂസിൽ വരുന്ന ഡാമേജുകൾക്കും വളരെ നല്ലതാണ് ശുദ്ധീകരണ പ്രക്രിയ. ഇത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു പരിധിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നത്? ഡയറ്റ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ജ്യൂസ് ഫാസ്റ്റിംഗ്, പിന്നെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ പല ഭക്ഷണങ്ങളിൽ വരുന്ന ഫാസ്റ്റ് ഫുഡ് എന്നിവയൊക്കെ ഉപേക്ഷിക്കുന്നത് കാരണം ധാരാളം വെള്ളം കുടിക്കുക. 2 മുതൽ 3 ലിറ്ററോളം വെള്ളം ദിവസം കുടിക്കുന്നത് നല്ലതാണ്. ദിവസം 1 മണിക്കൂറോളം സ്ഥിരം ഒരു വ്യായാമം ചെയ്യുക. പിന്നെ യോഗ, മെഡിറ്റേഷൻ എന്നിവയെല്ലാം ദിവസവും ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ചില മസാജ് ടെക്നിക്സ് അല്ലെങ്കിൽ ചില ആയുർവേദ നാച്ചുറോപ്പതി ട്രീറ്റ്മെൻറ്റ്സിൽ വരുന്ന സ്റ്റീം ബാത്ത്, സോണ ബാത്ത്, പ്ലാന്റേൺ ലീഫ് ബാത്ത്, പിന്നെ മഡ് തെറാപ്പി എന്നിവയും ഈ ഒരു ശുദ്ധീകരണ പ്രക്രിയയിൽ നല്ലതാണ്. പിന്നെ ചില ഗുണങ്ങൾ ഇതിൽ വരുന്നത് നമ്മുടെ അമിതമായ ഭാരം കുറയ്ക്കാനായി, സ്കിൻ ഇൻഫെക്ഷൻസ് പോലെ സോറിയാസിസ്, എക്സിമ എന്നിവ കണ്ടീഷന് നല്ലതാണ്. പിന്നെ ഇൻസോമിനിയ കണ്ടീഷൻസ്, പിന്നെ മെൻ്റൽ ഹെൽത്ത് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും, ഫാറ്റി ലിവർ എന്നിങ്ങനെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്ക്, PCOD, പിന്നെ ഡയബറ്റിക് മെലിറ്റസ് എന്നിവയ്ക്കൊക്കെ ഈ ശുദ്ധീകരണ പ്രക്രിയ വളരെ നല്ലതാണ്. എങ്ങനെയൊക്കെയാണ് ശുദ്ധീകരിക്കുന്നത്? ചിലർ വന്നിട്ട് ജ്യൂസസ് മാത്രം കഴിച്ച് ശുദ്ധീകരിക്കാറുണ്ട്. ചിലർ അത് സ്മൂത്തീസ് ആയിട്ട് എടുക്കാറുണ്ട്. സാലഡ്സ്, പിന്നെ വന്നിട്ട് സൂപ്പ് ഐറ്റംസ്, അങ്ങനെയൊക്കെ ദിവസവും ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന രീതിയിൽ കൊണ്ടുപോകുന്നത് കാരണം ഒരു പരിധി വരെ നമുക്ക് ശുദ്ധീകരിക്കാൻ പറ്റും. ധാന്യങ്ങൾ കുറച്ചിട്ട് ധാരാളം ഫ്രൂട്ട്സിൽ നമ്മൾ ആപ്പിൾ, സിട്രസ് ഫ്രൂട്ട്സ്, വാട്ടർമെലോൺ എന്നിവ ദിവസം കഴിക്കുക. പിന്നെ വെജിറ്റബിൾസിൽ ക്ഷീരവർഗ്ഗങ്ങൾ, ക്യാരറ്റ്, ഇഞ്ചി, ഗാർലിക് എന്നിവ ഭക്ഷണ രീതിയിൽ ദിവസം ഉൾപ്പെടുത്തുക. ഇതൊക്കെ കാരണം ഒരു പരിധി വരെ നമ്മുടെ ബോഡി ഡീടോക്സ് ചെയ്യാനും ശരീര അവയവങ്ങൾക്ക് ഒരു ഉണർവ് കിട്ടാനായും സഹായിക്കും.